CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നും മലപ്പുറത്തെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം നിത്യസംഭവമായിട്ടും കൂട് സ്ഥാപിക്കാത്ത വനം വകുപ്പ് നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധം. കോട്ടോപ്പാടം പഞ്ചായത്തിലെ അമ്പലപ്പാറ, കാപ്പുപറമ്പ് വാർഡുകളിലെ ജനങ്ങളാണ് ശനിയാഴ്ച അമ്പലപ്പാറ മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. വീട് വെക്കാൻ CPM പ്രാദേശിക നേതൃത്വം അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കുടുംബത്തിന്റെ പ്രതിഷേധം. തിരൂരങ്ങാടി സ്വദേശി റിയാസ് പൂവാട്ടിലും കുടുംബവുമാണ് ശനിയാഴ്ച CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തിയത്. ആവേശ പോരാട്ടത്തിൽ ഇസ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരിയുടെ പ്രതിരോധ പൂട്ടുകൾ തകർത്ത് ഫിഫ മഞ്ചേരിക്ക് ഉജ്ജ്വല വിജയം. മണ്ണാർക്കാട് മുബാസ് മൈതാനത്തെ പൂരപ്പറമ്പാക്കിയ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് മഞ്ചേരി കളം പിടിച്ചത്. ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നും മലപ്പുറത്തെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനേഷ് ഉദ്ഘാടനം ചെയ്ത സമരത്തിനു പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്തു. തുടർന്ന് ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റി. പരിക്കേറ്റവരെ മലപ്പുറം സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. OJ ജനീഷ്, ഹാരിസ് മുതൂർ എന്നിവരുൾപ്പെടെ 12 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. CCN മലപ്പുറം. വീട് വെക്കാൻ CPM പ്രാദേശിക നേതൃത്വം അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കുടുംബത്തിന്റെ പ്രതിഷേധം. തിരൂരങ്ങാടി സ്വദേശി റിയാസ് പൂവാട്ടിലും കുടുംബവുമാണ് ശനിയാഴ്ച CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തിയത്. വീട് വെക്കുന്നതിനായി നിർമ്മിച്ച തറ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ തകർത്തെന്നാണ് റിയാസിന്റെ പരാതി. പട്ടേരിക്കുന്നത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറി സുബൈറിന്റെ നേതൃത്വത്തിലാണ് അതിക്രമം നടന്നതെന്നും റിയാസ് ആരോപിച്ചു. ഇതു സംബന്ധിച്ച് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി വീട് നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് പ്രവാസിയായ റിയാസ് പറഞ്ഞു. താൻ പറയുന്ന സ്ഥലത്തു മാത്രമേ വീട് വെക്കാവൂ എന്ന് നിർബന്ധിച്ചാണ് ശല്യം തുടങ്ങിയതെന്നും തറ പൊളിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ പാർട്ടിയിൽ സജീവമായിരുന്ന താൻ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് സമരത്തിന് ഇറങ്ങിയതെന്നും റിയാസ് പറഞ്ഞു. ഇപ്പോൾ ഭരണപക്ഷം CPMന്റെ ഭാഗത്താണ്. ചീഫ് മിനിസ്റ്റർ പറയുന്നു 5 സെന്റ് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വീട് വെക്കാമെന്ന് മിനിസ്റ്റർ പറയുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ വീട് പണിയിലേക്ക് കടന്നത്. മിനിസ്റ്റർ പറയുന്നുണ്ട്, മന്ത്രിസഭയിൽ പറയുന്നുണ്ട് 5 സെന്റ് ഭൂമിയിൽ വീട് വെക്കാം, പ്രയാസപ്പെടുത്തരുതെന്ന് അധികാരികളോട് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അത് മറികടന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ പോലീസിനെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് അവനത് തടയുന്നത്. ഇത് CPM ബ്രാഞ്ച് സെക്രട്ടറി പാലാപ്പാർക്ക് യൂണിറ്റിലെ പട്ടേരിക്കുന്നത്ത് സുബൈർ. അവനക്കെതിരെ നിയമ നടപടി എടുത്ത് പോവുക എന്നുള്ളതാണ്. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതേസമയം സമരം ആസൂത്രിതമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ പ്രതികരിച്ചു. ഇത്തരമൊരു പരാതി പാർട്ടിക്ക് മുന്നിൽ വന്നിട്ടില്ലെന്നും വിഷയം ചോദിച്ചു മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഏതൊരു പ്രദേശത്തെ ഒരു ചെറിയ പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിയാൽ എവിടെയും ഏത്
സ്ഥലത്തും ഉണ്ടാവാം. അതിനെ വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ആരോ ചെറിയ പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് അവിടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേരൊക്കെ പറയുന്നത് അത് നമ്മുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അപ്പോൾ അതിൽ തെറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കൊടിഞ്ഞി പറയുന്ന സ്ഥലമാണിത്. ഈ ഇരട്ടക്കുട്ടികളുടെ നാട് എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ പാർട്ടി ഒരു വലിയ ശക്തിയായിട്ടുള്ള സ്ഥലമൊന്നല്ല. അവിടെ ഒരു മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ളൊരു പഞ്ചായത്താണ്. അപ്പോൾ ഇയാളുടെ ഈ വിഷയം കളക്ടറേറ്റ് പോയിട്ടുണ്ട് പറയുന്നത്, RDO അടുത്ത് പോയിട്ടുണ്ട്. ഇവരുടെ ഒന്നും ഓർഡർ കിട്ടിയിട്ടില്ല. ഇനി ലോക്കലായി അവർ തമ്മിൽ വല്ല തർക്കങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ വരാറുള്ള ഒരു നിവേദനം ഇവിടെ തരും. CCN മലപ്പുറം. ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം നിത്യസംഭവമായിട്ടും കൂട് സ്ഥാപിക്കാത്ത വനംവകുപ്പ് നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധം. കോട്ടോപ്പാടം പഞ്ചായത്തിലെ അമ്പലപ്പാറ, കാപ്പുപറമ്പ് വാർഡുകളിലെ ജനങ്ങളാണ് ശനിയാഴ്ച അമ്പലപ്പാറ മാതൃക ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പ്രകടനമായി എത്തി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റി. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 5-ലധികം തവണയാണ് കാപ്പുപറമ്പ്, തുളക്കല്ല് പാലം, തൊടുകാട് എന്നിവിടങ്ങളിൽ നാട്ടുകാർ കടുവയെ നേരിട്ട് കണ്ടത്. വിവരം അധികൃതരെ അറിയിച്ചിട്ടും നടപടി വൈകുന്നതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത്. ഉപരോധത്തെ തുടർന്ന് നടന്ന പൊതുയോഗം N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസീസ് ഭീമനാട്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ഉമ്മർ, അംഗങ്ങളായ ദീപ ഷിൻഡോ, സൈനുദ്ദീൻ താളിയിൽ, സ്മിജിത, ഷാനീർ മണലടി, OP നിജാസ്, CPM ലോക്കൽ സെക്രട്ടറി മനോജ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് MLAയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ DFO C. അബ്ദുൽ ലത്തീഫുമായി നടത്തിയ ചർച്ചയിൽ പ്രദേശത്ത് എത്രയും വേഗം കൂട് സ്ഥാപിക്കുമെന്ന് ഉറപ്പു നൽകി. ഒളിച്ചിരിക്കുന്ന റബ്ബർ തോട്ടത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും റബ്ബർ തോട്ടങ്ങൾ, ചില അടിക്കാടുള്ള റബ്ബർ തോട്ടങ്ങളുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ ഓടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമായ ജീവനക്കാരെ ഞങ്ങൾ കൊണ്ടുവരും. കൂടാതെ ഇന്ന് PRT നാളെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് PRT മെമ്പേഴ്സിന്റെ സഹായം വേണം. അതേപോലെ ഞങ്ങൾ വാർഡ് മെമ്പറെ അറിയിക്കാം. നാട്ടുകാരെയും കൂടി സഹായം ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഒരുപാട് ആൾക്കാർ വരരുത്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ മാത്രമേ വരാവൂ എന്നും കൂടി പറയാണ്. അപ്പോൾ അതിന് നാട്ടുകാരുടെ സഹായം വേണം. കൂടാതെ ഇന്ന് രാത്രിയായിട്ട് RRTയിൽ ഒരു 3 വണ്ടി ടീം മിനിമം ഇവിടെ പെട്രോളിംഗ് നടത്തുന്നതായിരിക്കും. പിന്നെ ഈ സാർ പറഞ്ഞ പോലെ ബാക്കി കൂട് വെക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ എത്രയും വേഗം, അത് ഇന്ന് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നതുമായിരിക്കും. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അതിന് മേൽനോട്ടം ഞാൻ നേരിട്ട് തന്നെ നൽകുന്നതായിരിക്കും. നിലവിലുള്ള 2 ക്യാമറകൾക്ക് പുറമെ 8 ക്യാമറകൾ കൂടി ഉടൻ സ്ഥാപിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും വനംവകുപ്പ് തീരുമാനിച്ചു. CCN ചത്തല്ലൂർ. വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും ഏറെ ദുരിതമായിരുന്ന ആലിപ്പറമ്പ് പഞ്ചായത്ത് ഹൈസ്കൂൾ റോഡ് നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. നജീബ് കാന്തപുരം MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലിപ്പറമ്പ് പ്രദേശത്തിന് കൈനിറയെ ഫണ്ട് അനുവദിച്ച കാലമായിരുന്നു ഇതെന്നും പ്രദേശം ഏറെക്കാലമായി കാത്തിരുന്ന കാളികടവ് പാലത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഇത്രയും ഡിമാൻഡ് ഒരുപാട് സ്ഥലത്തുനിന്ന് വരികയാണ്. നമ്മുടെ മുമ്പിൽ ആകെ ഈ പൈസ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ആലിപ്പറമ്പിന് നൽകിയ പ്രയോറിറ്റിയുടെ കാരണം നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, നേരത്തെ ദാസേട്ടന്റെ ഭാര്യ മെമ്പറായിരുന്ന ഈ തൊട്ടു മുമ്പത്തെ സമയത്ത് ഏറ്റവും നന്നായി പരിഗണന ലഭിച്ച ഒരു വാർഡാണ് നമ്മുടെ അമ്പലത്തിലേക്കുള്ള റോഡിന് നമ്മളിന്ന് എത്ര 15 ലക്ഷം രൂപ വെച്ചു. നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ അല്ലേ വേറെ 15 ലക്ഷം കൈനിറയെ ആലിപ്പറമ്പിന് MLA എന്ന നിലയിൽ ഞാൻ തന്നിട്ടുണ്ട് എന്ന വിശ്വാസം എനിക്കുണ്ട്. ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഈ 1.25 കോടിയുടെ വർക്കും തീർച്ചയായിട്ടും നമുക്ക് പരമാവധി വേഗത്തിൽ തന്നെ തുടങ്ങി പൂർത്തീകരിക്കണം. കാരണം സ്കൂളിലേക്ക് വരുന്ന അധ്യാപകരും കുട്ടികളൊക്കെ ബുദ്ധിമുട്ടുന്നത് നമുക്കറിയാം. എല്ലാവർക്കും അറിയാം. കാളികടവ് പാലവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല പ്രവർത്തനം നാട്ടുകാരും ആളുകളൊക്കെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥലം നമ്മൾ ഏറ്റെടുക്കുകയും കാര്യമൊക്കെ ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നമുക്ക് അഡ്വാൻസ് നമുക്ക് ടോക്കൺ എമൗണ്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. തീർച്ചയായും ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സർക്കാരിന്റെ മുമ്പിൽ ഇതിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന
പരമാവധി ഇവിടെയുള്ള എല്ലാ പൊതുപ്രവർത്തകരും അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, പ്രത്യേകിച്ചും ഇവിടുത്തെ ഭരണകക്ഷിയിലെ നേതാക്കന്മാരടക്കം മന്ത്രിയെ നേരിട്ട് കണ്ടാണ് ഇത് പറഞ്ഞത്. അവിടെ രാധാകൃഷ്ണ മാഷ് അടക്കമുള്ള ആളുകൾ മന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുകയും മന്ത്രി നമ്മോട് ഉറപ്പ് തരികയും ചെയ്തതായിരുന്നു കാളികടവ് പാലത്തിന്റെ കാര്യം. അത് സർക്കാർ നമ്മൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് സർക്കാരിന്റെ പ്രത്യേകിച്ചൊരു മറുപടി പ്രസംഗം കൂടി ധനകാര്യമന്ത്രിയുടേത് നടക്കാനുണ്ട്. അതിലൊരു പ്രതീക്ഷ വെച്ചാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. കാരണം ഇനി ആരും പറയാൻ ബാക്കിയില്ല. എല്ലാവരും ഒരുമിച്ച് ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് രാധാകൃഷ്ണ മാഷ് ഇതൊരു ജീവിത സപര്യയായി കൊണ്ടുനടക്കുന്ന ആളാണ്. അദ്ദേഹം അടക്കം നേരിട്ട് ഞങ്ങൾ ഒരുമിച്ചും ഒറ്റയ്ക്കുമൊക്കെ മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് നൽകും എന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവച്ചുകൊണ്ട് MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടും ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്ലാൻ ഫണ്ടും സംയുക്തമായി ഉപയോഗപ്പെടുത്തിയാണ് റോഡിന്റെ റീടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാജിദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വാഹിദ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നവാസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ നെടുമ്പട്ടി മോഹൻദാസ്, PK മുനീർ, അഡ്വക്കേറ്റ് സലാം, TK ഹംസ, താണിപ്പ ഹാജി, പ്രകാശൻ, ഖാദർ, സലീം, അബ്ദുള്ള ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. ആവേശ പോരാട്ടത്തിൽ ഇസ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരിയുടെ പ്രതിരോധ പൂട്ടുകൾ തകർത്ത് ഫിഫ മഞ്ചേരിക്ക് ഉജ്ജ്വല വിജയം. മണ്ണാർക്കാട് മുബാസ് മൈതാനത്തെ പൂരപ്പറമ്പാക്കിയ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് മഞ്ചേരി കളം പിടിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഫിഫ മഞ്ചേരി താരം മൈക്കിൾ നേടിയ ഗോളിലൂടെ മഞ്ചേരി ലീഡ് നേടി. അപ്രതീക്ഷിതമായി വീണ ഈ ഗോളിൽ ചെർപ്പുളശ്ശേരി പതറിയെങ്കിലും രണ്ടാം പകുതിയിൽ കളി കൂടുതൽ ആവേശത്തിലായി. ഉസ്മാൻ ആഷിഖ് നയിച്ച മുന്നേറ്റ നിരയും ഷാനവാസ് തീർത്ത പ്രതിരോധ മതിലും ഫിഫ മഞ്ചേരിക്ക് കരുത്തായി. ഇതിനിടെ കാണികളെ വിസ്മയിപ്പിച്ചുകൊണ്ട് പ്രിൻസ് നേടിയ മനോഹരമായ ഗോൾ മഞ്ചേരിയുടെ ലീഡ് 2 ഉയർത്തി. രണ്ട് ഗോളിന് പിന്നിലായിട്ടും പതറാത്ത പോരാട്ട വീര്യമാണ് ചെർപ്പുളശ്ശേരി പിന്നീട് പുറത്തെടുത്തത്. ജിൻഷാദിന്റെ മാന്ത്രിക കാലുകളിൽ നിന്ന് പിറന്ന കൃത്യതയാർന്ന പാസ് സഫീർ വലയിലെത്തിച്ചതോടെ സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. സ്കോർ 2-1 ആയതോടെ കളി അവസാന നിമിഷം വരെ തീപാറുന്ന പോരാട്ടമായി മാറി. ഇഞ്ചുറി ടൈമിലെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ വിസിൽ മുഴങ്ങുമ്പോൾ വിജയം ഫിഫ മഞ്ചേരിക്കൊപ്പമായിരുന്നു. വിജയത്തിന് ശേഷം ഫിഫ മഞ്ചേരിയുടെ സ്പോൺസർമാരായ ഫ്രണ്ട്സ് പള്ളിക്കുന്നിലെ ആരാധകർ പാതിരാവിലും വിജയലഹരിയിൽ ആറാടി. അതിനിടയ്ക്ക് ലേറ്റ് പോയത് ഞങ്ങൾ കുറച്ച് സമ്മർദ്ദം ഉണ്ടാക്കിയെങ്കിലും അത് ഞങ്ങൾ ആവേശമായിട്ട് ഏറ്റെടുക്കാനുണ്ടായത്. കളി കഴിഞ്ഞിട്ടില്ല ലേറ്റ് പോയത്. പക്ഷെ ഞങ്ങളെ ഈ ആഘോഷ പ്രകടനങ്ങളെ തടസ്സത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളത് വീണ്ടും കത്തിയമർന്ന പടക്കങ്ങളൊക്കെ ഞങ്ങളത് പൊട്ടിച്ചാകും. പള്ളിക്കുന്നിലെ ഈ ജനക്കൂട്ടമാണ് ഞങ്ങളുടെ കരുത്ത് എന്ന് മഞ്ചേരിയുടെ ഷാനവാസ് പറഞ്ഞു. ഗ്രൗണ്ട് അടിപൊളി ഗ്രൗണ്ടാണ്. അത്യാവശ്യം നല്ല ഓഡിയൻസും ഉണ്ട്. കളിക്കാൻ നല്ല സുഖമുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലെ ഗ്രൗണ്ടാണ്. അത്യാവശ്യം ഇപ്പോൾ സെമി ഫൈനലാണ് ഇപ്പോൾ നമ്മൾ കളിച്ചത്. അത്യാവശ്യം നല്ല ആളുണ്ട്. ഇപ്പോൾ സെക്കൻഡിലേക്ക് വരെയുണ്ട് കളി. എന്തായാലും ഗ്രൗണ്ടൊക്കെ അടിപൊളി.
ടൂർണമെന്റ് കമ്മിറ്റി അടിപൊളി, എല്ലാവരും പൊതുവേ നമ്മൾ കുറേ ടൂർണമെന്റ് കളിച്ച പ്ലേയേഴ്സാണ്. പക്ഷെ മണ്ണാർക്കാടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് ഒന്ന് കളിച്ചിട്ട് ഭയങ്കര ഒരുപാട് സന്തോഷം. നല്ല ഗ്രൗണ്ട് കളിക്കാൻ പറ്റിയത്. നിങ്ങളെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് അറിയാം, നമ്മൾ കളിച്ചിട്ടുണ്ട്. പള്ളിക്കുന്ന് ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് കളിച്ചിട്ടുണ്ട്. അവർക്ക് നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കളിക്കണം എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മാഷാ No, wait, final interview good, but no before now, relax. And final, I want to do interview, no problem. CCN മണ്ണാർക്കാട്. കോങ്ങാട് പള്ളിക്കുറുപ്പ് കോളപ്പാടത്ത് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ വൻ തീപിടുത്തം. ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം. കോളപ്പാടത്തെ ഒഴിഞ്ഞുകിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ 1 ഏക്കറോളം സ്ഥലത്തെ പുല്ലിനാണ് തീപിടിച്ചത്. ഫുള്ള് അങ്ങോട്ട് മേലക്ക് ഫുള്ള് കത്തി കഴിഞ്ഞോ? നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം സമീപത്തെ മറ്റു പറമ്പുകളിലേക്കോ വീടുകളിലേക്കോ തീ പടർന്നില്ല. തുടർന്ന് നാട്ടുകാർ വട്ടമ്പലത്തെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. വട്ടമ്പലം ഫയർ സ്റ്റേഷനിൽ നിന്നും ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ സേതുനാഥ് പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. CCN കോങ്ങാട്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവിഴാംകുന്ന് CPIUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ഏകദിന ദന്തൽ ക്യാമ്പും പല്ലു സംരക്ഷണ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ 500ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ പല്ലിനുണ്ടാകുന്ന രോഗങ്ങൾ, അവയ്ക്കുള്ള പ്രതിവിധികൾ, പല്ലുകളുടെ ശരിയായ സംരക്ഷണം എന്നിവയെക്കുറിച്ച് ക്യാമ്പിൽ വിശദമായ പരിശോധനയും നിർദ്ദേശങ്ങളും നൽകി. ഉച്ചയ്ക്ക് ശേഷം നടന്ന പല്ലു സംരക്ഷണ പരിശീലന പരിപാടി കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗം സൈനുദ്ദീൻ താളിയിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ മാനേജർ CP ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രധാന അധ്യാപകൻ TS ശ്രീവത്സൻ സ്വാഗതം പറഞ്ഞു. അധ്യാപകരായ റഹ്യാനത്ത്, ബിന്ദു P വർഗീസ് എന്നിവർ സംസാരിച്ചു. MES ദന്തൽ കോളേജിലെ ഡോക്ടർമാരായ ഫസിൽ ഹസൻ, പുണ്യ, വൈഷ്ണവി എന്നിവർ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവും ചില വ്യക്തികൾ, ഫാമിലി മെമ്പേഴ്സ്, പക്ഷെ ഇതെല്ലാം ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞ പോലെ എഡിക്ഷൻ ആവും, ക്യാൻസർ ആവും, ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അറിവ് അതിന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ കോളേജിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സിനെ വന്നിട്ട് സംസാരിച്ചു, പുകയിലെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. ഒരിക്കലും ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നാളെ നീയായാലും ആരായാലും വലുതായാലും 20-24 വയസ്സിനകത്ത് നിങ്ങൾക്കൊരു മെച്ചൂരിറ്റി ഫീൽ ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാനോ യൂസ് ചെയ്താൽ പിന്നെ ഒരു അഡിക്ഷൻ ആവും. പിന്നെ നിങ്ങൾ CCN ചത്തല്ലൂർ. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോട്ടോപ്പാടത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം KSTU സംസ്ഥാന ട്രഷറർ സിദ്ദിഖ് പാറക്കോട് ഉദ്ഘാടനം ചെയ്തു. മറ്റു ജീവനക്കാരെയും അധ്യാപകരെയും അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മയെ തിരിച്ചറിയുന്ന ഒരു രീതിയുള്ളൂ. എന്തായാലും സാധാരണ ജനങ്ങളെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ആ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ പെൻഷന്റെ കാര്യത്തിൽ ഒരു ലേശം അല്പം പെൻഷൻ കൂട്ടിക്കൊടുത്തുകൊണ്ട് സംസ്ഥാന ബജറ്റിൽ അധ്യാപകരെയും സർക്കാർ ജീവനക്കാരെയും അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഉപജില്ലാ പ്രസിഡന്റ് സലീം നാലകത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ER അലി, സംസ്ഥാന വനിതാ വിംഗ് കൺവീനർ KM സാലിഹ, ജില്ലാ പ്രസിഡന്റ് KPA സലീം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. CCN ചത്തല്ലൂർ. ദേശീയ മന്ദരോഗ നിവാരണ പരിപാടിയുടെ ഭാഗമായി നടപ്പിലാക്കിയ സമൂഹ ചികിത്സാ പദ്ധതിയുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായുള്ള സർവേ മലപ്പുറം ജില്ലയിൽ ഫെബ്രുവരി 2 മുതൽ 10 വരെ നടക്കും. ജില്ലയിൽ മന്ദരോഗ വ്യാപനത്തിന്റെ നിലവിലുള്ള തോത് കണ്ടെത്താനും തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് ഈ സർവേ സംഘടിപ്പിക്കുന്നത്. രോഗകാരിയായ മൈക്രോഫൈലേറിയ വിരകൾക്കെതിരെ സമൂഹത്തിലെ എല്ലാവർക്കും ഒരേ ദിവസം ഗുളിക നൽകി രോഗസംക്രമണം തടയുന്ന പദ്ധതിയാണ് ജില്ലയിൽ 2019 വരെ 5 ഘട്ടങ്ങളിലായി ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇതിന്റെ വിജയം പരിശോധിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് പുതിയ സർവേ നടത്തുന്നത്. ജില്ലയിലെ തിരഞ്ഞെടുത്ത സ്കൂളുകളിലെ 1-2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കിടയിലാണ് പരിശോധന നടക്കുക. ഇതിനായി ജില്ലയെ 10 യൂണിറ്റുകളായി തിരിച്ചിട്ടുണ്ട്. ഒരു യൂണിറ്റിൽ നിന്ന് 30 സ്കൂളുകൾ എന്ന ക്രമത്തിൽ ആകെ 300 സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കും. പ്രത്യേക പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരുടെ സംഘം നേരിട്ട് വിദ്യാലയങ്ങളിൽ എത്തിയാണ് പരിശോധന നടത്തുക. സമൂഹത്തില് ഈ മന്ദരോഗം ഉണ്ടാക്കുന്ന വിരകളുടെ പകർച്ചയ്ക്ക് സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേ കൂടിയാണിത്.
കാരണം ഇതില് ശാസ്ത്രീയമായിട്ട് ഡിസൈൻ ചെയ്തൊരു സർവേയാണ്. നമ്മുടെ ജില്ലയിലെ 1ലും 2ലും പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലാണ് ഈ സർവേ നടന്നത്. കാരണം അത് 2019 നമ്മൾ ലാസ്റ്റ് സർവേ നടന്നതിന് ശേഷം 5 മുതൽ 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്ക് ഈ ഒരു സർവേ നടത്തേണ്ടത്. പക്ഷെ നമ്മൾ കോവിഡ് കാരണം കുറച്ച് കണ്ട് മാറിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ 1ലും 2ലും പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഏകദേശം 6-7 വയസ്സായിട്ടുണ്ടാവും. ആ കുട്ടികൾക്ക് ഈ 2019 എല്ലാ ആൾക്കാർക്കും മന്ത്രരോഗത്തിനുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എല്ലാ ആൾക്കാരുടെ ശരീരത്തിലുള്ള വിരകൾ നശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 1ലും 2ലും പഠിക്കുന്ന കുട്ടികൾക്ക് പുതുതായിട്ട് മന്ത്രരോഗത്തിന്റെ വിരകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ലോജിക്കാണ് ഈ ഒരു സർവേയുടെ അടിസ്ഥാനം. അപ്പൊ അത് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർവേ ചെയ്യുന്നത്. കാരണം ഈ കുട്ടികൾക്ക് കാരണം കൂടുതൽ അവര് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയോ ചെയ്യാൻ സാധ്യത കുറവായതുകൊണ്ട് അവരുടെ ശരീരത്തിൽ ഒരു മന്ത്രരോഗത്തിന്റെ വിര വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് തന്നെ ഒരു മന്ത്രരോഗമുള്ള ഒരാളുടെ അല്ലെങ്കിൽ മന്ത്രരോഗം വരാൻ സാധ്യത മൈക്രോഫൈലേറിയ ഉള്ള ഒരാളെ കടിച്ച കൊതുക് ഇവരെ കടിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ഈ രോഗം ഈ വിരകൾ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ കുട്ടികളുടെ ഇടയിൽ ഈ ഒരു സർവേ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ സി ഷുബിൻ, കെ പ്രദീപ്, കെ പി സാദിഖ് അലി, കെ രാജൻ, പി ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേവസ്വം മന്ത്രി BN വാസവൻ രാജിവെക്കണമെന്നും മലപ്പുറത്തെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം നിത്യസംഭവമായിട്ടും കൂട് സ്ഥാപിക്കാത്ത വനം വകുപ്പ് നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധം. കോട്ടോപ്പാടം പഞ്ചായത്തിലെ അമ്പലപ്പാറ, കാപ്പുപറമ്പ് വാർഡുകളിലെ ജനങ്ങളാണ് ശനിയാഴ്ച അമ്പലപ്പാറ മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. വീട് വെക്കാൻ CPM പ്രാദേശിക നേതൃത്വം അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കുടുംബത്തിന്റെ പ്രതിഷേധം. തിരൂരങ്ങാടി സ്വദേശി റിയാസ് പൂവാട്ടിലും കുടുംബവുമാണ് ശനിയാഴ്ച CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തിയത്. ആവേശ പോരാട്ടത്തിൽ ഇസ ഗ്രൂപ്പ് ചെർപ്പുളശ്ശേരിയുടെ പ്രതിരോധ പൂട്ടുകൾ തകർത്ത് ഫിഫ മഞ്ചേരിക്ക് ഉജ്ജ്വല വിജയം. മണ്ണാർക്കാട് മുബാസ് മൈതാനത്തെ പൂരപ്പറമ്പാക്കിയ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് മഞ്ചേരി കളം പിടിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.